എളുപ്പത്തിൽ ഒരു മത്തങ്ങ എരിശ്ശേരി വയ്ക്കാൻ നോക്കിയാണ്. ആദ്യം കഷ്ണങ്ങൾ കഴുകി എടുത്തു. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. അതിലൽപ്പം മഞ്ഞളും മുളകും ഇട്ടു. അത് കഴിഞ്ഞിട്ട് വെള്ളം അല്പം തിളയ്ക്കുമ്പോൾ കഴുകി വെച്ച കഷ്ണങ്ങൾ അതിലേക്ക് ഇടണം. അത് സ്ലോ മോഷനായിപ്പോയി. അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, ഒരു ഉള്ളിയും കൂടി ഇട്ടു. പിന്നെ കരിവേപ്പില നുള്ളാൻ പോയി. അത് കഴിഞ്ഞിട്ട് കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാം. ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഒരുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അരപ്പുണ്ടാക്കാം. അതിൽ തേങ്ങയിൽ അല്പം മഞ്ഞളും ജീരകവും ഇട്ട് അരച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങൾ മുക്കാൽ വേവായി കഴിയുമ്പോൾ ഈ അരപ്പ് അതിലൊഴിച്ച് ഇളക്കി തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് കടുക് വറുക്കണം. കടുക് നന്നായിട്ട് വറുക്കുന്നതോറും ഈ കറിക്ക് സ്വാദ് കൂടും. അപ്പോൾ ഈ അല്പം കടുക്, അത് കഴിഞ്ഞിട്ട് ഉലുവയാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഉലുവയും തേങ്ങ വറുത്തിടുന്നതുമാണ്. ഇപ്പം കടുക് വറുക്കുകയാണ്. കടുക്, ഉലുവ, ചെറിയ ഉള്ളി ഒക്കെ നന്നായി വഴറ്റണം. ഒരുവിധം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഉള്ളി നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറാക്കി ആവുമ്പോൾ കറിവേപ്പിലയും അല്പം നന്നായി വാടുന്നത് വരെ വഴറ്റുക. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളകും കൂടി ഇട്ട് എല്ലാം കൂടി ഒരുവിധം നല്ല മൂപ്പാകുമ്പോൾ ഇതിലൊഴിച്ച് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ കൂടി വേണമെങ്കിലും തേങ്ങ ഇട്ട് വറുക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ചെയ്തത് കടുക് വറുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പാത്രം, കടുക് വറുക്കുന്ന പാത്രം കഴുകിയിട്ട് അതിൽ അല്പം തേങ്ങയിട്ട്, അതാണ് ഈ മത്തങ്ങ എരിശ്ശേരിക്കൊക്കെ സ്വാദ് കൂട്ടുന്നത്. തേങ്ങയും നന്നായിട്ട് വറുത്തതിൽ ഇട്ടാൽ വളരെ നല്ല സ്വാദാണ്. അപ്പോൾ ഉലുവയും തേങ്ങ വറുത്തതുമാണ് മത്തങ്ങ എരിശ്ശേരിയാക്കുന്നത്, നല്ല സ്വാദ് തരുന്നത്.